പശ്ചിമേഷ്യൻ മേഖലയിലെ യുദ്ധസാഹചര്യങ്ങളിൽ അയവുണ്ടായതും ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവിലയും ഡോളർ സൂചികയും കുറഞ്ഞതും ഇന്ത്യൻ കറൻസിക്ക് കരുത്തേകി. ചൊവ്വാഴ്ച വ്യാപാരത്തിന്റെ തുടക്കത്തിൽ തന്നെ US ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം 20 പൈസ വർദ്ധിച്ച് 95 രൂപ 41 പൈസ എന്ന നിലവാരത്തിലേക്ക് ഉയർന്നു. ഇസ്രായേൽ ഇറാൻ സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി വ്യോമാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചത് വിപണിക്ക് അനുകൂലമായി. ഇന്റർബാങ്ക് വിദേശനാണ്യ വിപണിയിൽ 95 രൂപ 47 പൈസ എന്ന നിരക്കിലാണ് വ്യാപാരം തുടങ്ങിയത്. തിങ്കളാഴ്ച ഡോളറിനെതിരെ 95 രൂപ 61 പൈസ എന്ന നിലയിലായിരുന്നു രൂപയുടെ വ്യാപാരം അവസാനിച്ചിരുന്നത്. രൂപയുടെ മൂല്യം വരും ദിവസങ്ങളിൽ 95 രൂപ 40 പൈസ മുതൽ 95 രൂപ 80 പൈസ വരെയുള്ള പരിധിയിൽ തുടരാനാണ് സാധ്യതയെന്ന് IFA ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്യുന്നു. ആഗോള വിപണിയിലെ ഈ അനുകൂല സാഹചര്യം ഓഹരി വിപണിയിലും പ്രതിഫലിച്ചു. സെൻസെക്സ് 350 പോയിന്റ് 57 പൈസ ഉയർന്ന് 73,874 പോയിന്റ് 83-ലും, നിഫ്റ്റി 114 പോയിന്റ് 50 പൈസ നേട്ടത്തോടെ 23,237 പോയിന്റ് 50-ലും വ്യാപാരം തുടരുന്നു. ഡോളർ സൂചിക 0.06% ഇടിഞ്ഞ് 99.98-ലേക്ക് താഴ്ന്നു. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 0.99% കുറഞ്ഞ് ബാരലിന് $93.32 എന്ന നിരക്കിലാണ്.